നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെ മേയർ, ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നടക്കും. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. കേവല ഭൂരിപക്ഷത്തിന് ഒരു അംഗത്തിന്റെ പിന്തുണ കൂടി ആവശ്യമായിരുന്ന NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കണ്ണമ്മൂലയിലെ സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51 അംഗങ്ങളുടെ പിന്തുണയായി. പ്രസ്താവനയിലൂടെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ അറിയിച്ചത്. കണ്ണമ്മൂല വാർഡിന്റെ ഗ്രീൻ ഫ്ലോ കണ്ണമ്മൂല എന്ന വികസന പത്രിക 3 മുന്നണി സംവിധാനങ്ങൾക്കും നൽകിയതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ പിന്തുണയ്ക്കുമെന്ന് സമ്മതിച്ച് പരസ്യ പ്രസ്താവന പുറപ്പെടുവിച്ചതെന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. പുതിയ കാർഡ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ. കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ പുതിയൊരു കാർഡ് ഇറക്കാൻ പോകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രസ്താവിച്ചത്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഒരു യുണീക്ക് ഐഡന്റിറ്റി കാർഡ് ആധാർ നിലവിലുണ്ട്. ആ ആധാർ കാർഡിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരള സർക്കാർ പുതിയ ഈ ഐഡന്റിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് കേസ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെയാണ് കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒരു AI ചിത്രം ഉൾപ്പെടെയുള്ള ഫോട്ടോകളാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച D മണി, ഡയമണ്ട് മണി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. D മണി ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകൻ എന്നയാളാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴി. ഇതിലെ സത്യാവസ്ഥ വ്യക്തമാക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ദേശീയപാത 66 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇതിന്റെ ഭാഗമായി അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനോട് 2.5 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാനും നിർദ്ദേശിച്ചു. +2 വിദ്യാർത്ഥികൾ റീൽസ് ചിത്രീകരിക്കാൻ ചുവന്ന ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ചു. ഇന്നലെ പുലർച്ചെ തലശ്ശേരിക്കും മാഹിക്കുമിടയിലാണ് സംഭവം. എറണാകുളം പൂനെ എക്സ്പ്രസ് ആണ് 2 വിദ്യാർത്ഥികൾ ടോർച്ച് അടിച്ച് നിർത്തിച്ചത്. പിന്നാലെ ഇവർ റീൽസ് ചിത്രീകരിക്കാനും ശ്രമിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കണ്ണൂർ റെയിൽവേ പോലീസ് 2 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ജനുവരിയിൽ കേരളത്തിലെത്തും. വികസിത അനന്തപുരി എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വികസന രേഖ പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. എന്നാൽ ജനുവരി മാസത്തിൽ എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുന്നതെന്ന് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജനുവരി 9 തമിഴ്നാട്ടിൽ പാർട്ടി പരിപാടിക്കായി മോദി എത്തുന്നുണ്ട്. വയനാട്ടിൽ 6 ദിവസം മുമ്പ് ആദിവാസിയായ മാരനെ കടിച്ചുകൊന്ന കടുവ കൂട്ടിലായി. രാത്രി 1:30യോടെയാണ് കടുവ വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത്. 14 വയസ്സുള്ള ആൺകടുവയാണ് കുടുങ്ങിയതെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആദിവാസിയായ മാരനെ കടിച്ചുകൊന്ന കടുവയാണിതെന്നാണ് സ്ഥിരീകരണം. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 2 മാസമായി ഒളിവിലായിരുന്ന തമിഴ്നാട് സ്വദേശിയെ തഞ്ചാവൂർ കുറുവ സംഘം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സാഹസികമായി കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി പോലീസ്. തഞ്ചാവൂർ പട്ടിത്തോപ്പ് തിരുട്ട് ഗ്രാമത്തിനടുത്തുള്ള ബാലാജിയെയാണ് പിടികൂടിയത്. തിരുട്ട് ഗ്രാമത്തിനടുത്ത് കുറുവ സംഘം താമസിക്കുന്ന തഞ്ചാവൂർ അയ്യാപേട്ടലിംഗ കടിമേട് കോളനിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വലിയ ചെറുത്തുനിൽപ്പുണ്ടായെങ്കിലും അയ്യാമ്പേട്ട ലോക്കൽ പോലീസിന്റെ കൂടി സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ കളവ്, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് ബാലാജി. മൈസൂരു കൊട്ടാരത്തിന് സമീപം സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ബലൂൺ വിൽപ്പനക്കാരൻ ഉപയോഗിച്ചിരുന്ന ഹൈഡ്രജൻ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:45ഓടെയാണ് സംഭവം. ബലൂൺ വിൽപ്പനക്കാരനും ഇദ്ദേഹത്തിന്റെ അടുത്ത് ബലൂൺ വാങ്ങാനെത്തിയ വ്യക്തിയുമാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടനത്തിന് പിന്നാലെ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന പുരോഗമിക്കുകയാണ്. രാജ്യത്തെ മാവോവാദ പ്രസ്ഥാനങ്ങൾ ഉന്മൂല ഭീഷണിയിലെന്ന് സൂചന. ഒഡീഷയിലെ കന്ധർമാൽ ജില്ലയിൽ സുരക്ഷാ സേന നടത്തിയ വൻ ഓപ്പറേഷനിൽ മാവോവാദി നേതാവായ ഗണേഷ് ഉയിക്ക് കൊല്ലപ്പെട്ടതോടെ മാവോവാദികളുടെ പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ നേതാക്കളും ഇല്ലാതെയായി. നേരത്തെ പ്രധാന നേതാവായ മാധ്വി ഹിത്മയെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. ഇതോടെ CPI മാവോയിസ്റ്റിന്റെ നിയന്ത്രണം ഇനി ദേവൂജി എന്ന നേതാവിലായിരിക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വലയുന്ന ദേവൂജിക്ക്
ചിതറിപ്പോയ സംഘത്തെ എത്രത്തോളം നയിക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ത്യൻ സൈന്യം അതിന്റെ ഡിജിറ്റൽ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പുതിയ പാസീവ് യൂസ് ചട്ടക്കൂടിന് കീഴിൽ എക്സ്, ഇൻസ്റ്റാഗ്രാം എന്നിവയുൾപ്പെടെ തെരഞ്ഞെടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗികമായി അനുമതി നൽകി. പ്രവർത്തന സുരക്ഷ നിലനിർത്തുന്നതിനായി ഡസൻ കണക്കിന് ആപ്പുകൾ ഇല്ലാതാക്കാൻ സൈനികരെ നിർബന്ധിതരാക്കിയ 2020 കർശനമായ നിരോധനത്തിൽ ഈ നയം ഇളവ് വരുത്തുന്നു. കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സൈനികർക്ക് സ്മാർട്ട് ഫോണുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അംഗീകരിച്ച ജനറൽ പ്രതികരിക്കരുത് എന്ന തത്വശാസ്ത്രത്തിന് ഊന്നൽ നൽകി. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ വ്യോമ ബേസുകളിലും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലും അഗ്നി പടർത്തിയ ബ്രഹ്മോസ് ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനും വിൽക്കാൻ റഷ്യ പച്ചക്കൊടി വീശി. ബ്രഹ്മോസ് എന്ന ക്രൂയിസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് നിർമ്മിക്കുന്നത്. ഇക്കുറി ജർമ്മനി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജോർജ് സൊറോസ് സംഘത്തിലെ ഒരാളെയല്ല നിരവധി പേരെയാണ് കണ്ടത്. ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ ജോർജ് സൊറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ ലോകത്തെമ്പാടും നിരവധി NGO സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയാണ്. ജോർജ് സൊറോസിന് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന സമാന്തര അധികാര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യയിൽ മോദിയെ അട്ടിമറിച്ച് പകരം രാഹുൽ ഗാന്ധിയെ ഭരണം ഏൽപ്പിക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രഖ്യാപിത നയം. രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ ജോർജ് സൊറോസ് അനുയായികൾ ഇവരാണ്: കൊർണേലിയ വോൾ, ഡാനിയേല ഷ്വാർസർ, ഡോക്ടർ തോഴ്സ്റൂൺ ബെന്നർ, ഡോക്ടർ മനീഷ് റൂട്രെ. പ്രധാന ഇ-കൊമേഴ്സ്, ഫുഡ് ഡെലിവറി, ക്യാബ്, ഹോം സർവീസ് പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ രാജ്യവ്യാപക പണിമുടക്ക് വ്യാഴാഴ്ച ഗുരുഗ്രാമിൽ കാര്യമായ സേവന തടസ്സങ്ങൾക്ക് കാരണമായി. അതേസമയം ഡൽഹിയിലും നോയിഡയിലും കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടായില്ല. ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസ് വർക്കേഴ്സ് യൂണിയൻ ആഹ്വാനം ചെയ്ത പ്രതിഷേധം മെച്ചപ്പെട്ട വേതനം, സുരക്ഷാ, തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയ്ക്കായുള്ള ദീർഘകാല ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു. മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ അന്തരിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഹോളിവുഡ് ഗായകൻ കൈലാഷ് ഖേർ അവതരിപ്പിച്ച പരിപാടിക്കിടെ ജനം നിയന്ത്രണം വിട്ട് ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ഗായകന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് വേദിക്ക് സമീപം വന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഗായകൻ അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ ഉള്ള വീഡിയോ വൈറലായിരുന്നു. എന്നാൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായിരുന്നു. ഇതോടെ സുരക്ഷയുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഗായകൻ പരിപാടി പാതി വഴിയിൽ നിർത്തി വേദി വിട്ടു. ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പുരുഷനായ ദിബു ചന്ദ്രദാസിനെ ക്രൂരമായി ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെ അപലപിച്ചുകൊണ്ട് നടി ജാൻവി കപൂർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കഥ പോസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇൻഫ്ലുവൻസർ ധ്രുവ് റാത്തെ നടി ജാൻവി കപൂറിനെതിരെ രംഗത്തെത്തി. ബംഗ്ലാദേശിലെ കൊലപാതകത്തെ ക്രൂരമെന്ന് വിശേഷിപ്പിക്കുന്നതും പ്രത്യേക പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാതെ വർഗീയ ആക്രമണങ്ങളെയും തീവ്രവാദത്തെയും നേരിടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതുമായ ശക്തമായൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് വ്യാഴാഴ്ച രാത്രി ജാൻവി കപൂർ പങ്കിട്ടത്. ജാൻവി കപൂറിന്റെ പോസ്റ്റ് ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഡാർക്ക് സൈഡ് ഓഫ് ബ്യൂട്ടി എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ധ്രുവ് റാത്തു പങ്കിട്ടു. തംബ്നെയിലിൽ ജാൻവി കപൂറിന്റെ ചിത്രം പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഇട്ട സമയം സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ഹിന്ദുക്കൾക്കെതിരായ ഇസ്ലാമിക ആക്രമണത്തെ അപലപിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ബന്ധമില്ലാത്ത ഉള്ളടക്കം പ്രചരിപ്പിച്ചുവെന്ന് നിരവധി ഉപയോക്താക്കൾ ധ്രുവ് റാത്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. നൈജീരിയയിൽ ഐസിസ് ഭീകരർക്കെതിരെ വ്യോമാക്രമണം നടത്തി നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഐസിസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US വ്യോമാക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയ വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പുറത്തുവിട്ടത്. മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്ക് മറുപടിയാണ് ഈ നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ രാജ്ബാരി ജില്ലയിൽ 29 വയസ്സുള്ള ഒരു ഹിന്ദു യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ന്യൂനപക്ഷ സുരക്ഷ, വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമൂഹ്യ അസ്വസ്ഥതകൾ എന്നിവയെക്കുറിച്ച് ഇത് പുതിയ ആശങ്കകൾ ഉയർത്തി. ടൊറന്റോ സർവകലാശാലയിൽ സ്കാർബറോ ക്യാമ്പസിന് സമീപം നടന്ന വെടിവെപ്പിൽ ഇന്ത്യൻ ഡോക്ടറൽ വിദ്യാർത്ഥിയായ 20-കാരനായ ശിവങ് അവസ്ഥി കൊല്ലപ്പെട്ടതിൽ ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ വ്യാഴാഴ്ച ദുഃഖം രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഹൈലാൻഡ് ക്രീക്ക് ട്രെയിലിലും ഓൾഡ് കിങ്സ്റ്റൺ റോഡ് പ്രദേശത്തും വെച്ചാണ് അവസ്ഥിക്ക് വെടിയേറ്റെന്ന് പോലീസ് പറഞ്ഞു. വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചു. പോലീസ് എത്തുന്നതിനു മുമ്പ് പ്രതികൾ ഓടി രക്ഷപ്പെട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രദേശത്ത് പോലീസ് തെരച്ചിൽ നടത്തിയതിനാൽ ക്യാമ്പസ് താൽക്കാലികമായി അടച്ചു. ഈ വർഷം ടൊറന്റോയിൽ നടന്ന 41ാമത്തെ കൊലപാതകമാണിത്. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ മഹാവിഷ്ണു ശില്പം പൊളിച്ചുമാറ്റിയതിൽ വിശദീകരണവുമായി തായ്ലൻഡ്. ശില്പം സ്ഥാപിച്ച സ്ഥലം മതപരമായ പ്രാധാന്യമുള്ള സ്ഥലമല്ലെന്നും സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്നുമാണ് വിശദീകരണം.
ശില്പം പൊളിച്ചുമാറ്റിയ സംഭവത്തിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. 2014 നിർമ്മിച്ച ശില്പമാണ് യന്ത്രസഹായത്തോടെ തായ് സൈനികൻ പൊളിച്ചുമാറ്റിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.